ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സുബു എജു പ്ലസ്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് മൈക്രോസോഫ്റ്റ് എക്സലിലെ ഡാറ്റ വാലിഡേഷൻ എന്ന് പറയുന്ന ഒരു ഫംഗ്ഷനെ കുറിച്ചാണ്. ഇവിടെ ഡാറ്റ വാലിഡേഷൻ ചെയ്യുവാനായിട്ട് രണ്ട് ടേബിൾ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഒന്നാമത്തെ ടേബിളിൽ നെയിമും റാങ്കും, അതായത് കുറേ കാൻഡിഡേറ്റ്സും അവർ മേടിച്ച റാങ്കുമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. തൊട്ടടുത്തതായിട്ട് മറ്റൊരു ടേബിൾ കാണാം, എൻ്റർ ദ നെയിം റാങ്ക്. എൻ്റെ ഉദ്ദേശമെന്ന് പറയുന്നത് ഈ കാണുന്ന ഒരു ടേബിളിൽ നിന്നുള്ള ഓരോ വ്യക്തികളുടെയും പേര് ഇൻഡിവിജ്വലി ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അവർ മേടിച്ച റാങ്ക് എത്രയാണ് എന്നുള്ളത് ഈ ഒരു സെല്ലിൽ പ്രിൻ്റ് ചെയ്ത് കാണിക്കണം എന്നുള്ളതാണ്. ഞാൻ നേരത്തെ തന്നെ ഇവിടെ VLOOKUP ഫംഗ്ഷൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ NA എന്ന് കിടക്കുന്നത്. VLOOKUP ഫംഗ്ഷൻ എന്താണെന്ന് അറിയാനായിട്ട് ഞാൻ മറ്റൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിന്ന് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. സോ ഇവിടെ ഇപ്പോൾ രണ്ട് രീതിയിൽ നമുക്ക് ഡാറ്റ വാലിഡേഷൻ ചെയ്യാം. ഇപ്പോൾ ഞാനിവിടെ ഇൻഡിവിജ്വലി ഒരു പേര് ടൈപ്പ് ചെയ്യുകയാണ്. ജയൻ എന്ന് പറയുന്ന പേര് ഞാൻ ടൈപ്പ് ചെയ്ത് എൻ്റർ കീ അമർത്തുമ്പോൾ ജയൻ എന്ന് പറയുന്ന കാൻഡിഡേറ്റ് വാങ്ങിയ റാങ്ക് ഇവിടെ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുന്നുണ്ട്. അതുപോലെ ഞാൻ രാജൻ എന്ന് പറയുന്ന കാൻഡിഡേറ്റിൻ്റെ പേര് ടൈപ്പ് ചെയ്ത് എൻ്റർ ചെയ്യുമ്പോഴത്തേക്ക് രാജൻ വാങ്ങിയ റാങ്കും ഇവിടെ പ്രിൻ്റ് ചെയ്ത് കാണിച്ചു. എൻ്റെ ഉദ്ദേശമെന്ന് പറയുന്നത് ഒരു ഡൗൺ ആരോ കൊടുത്തിട്ട് ഒരു ഡ്രോപ്പ് ഡൗൺ മെനു പോലെ ഈ ലിസ്റ്റിൽ കാണുന്ന ഓരോ കാൻഡിഡേറ്റിൻ്റെയും പേര് ലിസ്റ്റ് ചെയ്ത് കാണിക്കുക. ആ ലിസ്റ്റിൽ നിന്നും ഇൻഡിവിജ്വലി ഓരോ ആൾക്കാരുടെയും പേരിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അവരുടെ റാങ്ക് ഇവിടെ പ്രിൻ്റ് ആക്കി കാണിക്കണം. ഇതാണ് എൻ്റെ ഉദ്ദേശം, അല്ലെങ്കിൽ ഞാൻ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം എങ്ങനെയാണ് ചെയ്യേണ്ടുന്നത് എന്നുള്ളത്. സോ ഈ ഒരു ഇൻപുട്ട് ഫീൽഡ് ഉണ്ടല്ലോ, ഈ ഒരു സെൽ ആദ്യം ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിനു ശേഷം ഡാറ്റ ടാബ് അല്ലെങ്കിൽ ഡാറ്റ മെനു സെലക്ട് ചെയ്യുക. ഞാൻ ഓൾറെഡി നേരത്തെ എടുത്തിട്ടുണ്ട്. ഡാറ്റ ടാബ് സെലക്ട് ചെയ്യുക. അവിടെ ഡാറ്റ വാലിഡേഷൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്, അവിടെ ക്ലിക്ക് ചെയ്യുക. ഒരു വിൻഡോ വരുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ആ വിൻഡോയിൽ ഇവിടെ എനി വാല്യൂ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ആ എനി വാല്യൂ മാറ്റി അവിടെ ലിസ്റ്റ് എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ലിസ്റ്റ് എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ സോഴ്സ് എന്ന് പറയുന്ന ഒരു ടെക്സ്റ്റ് ഫീൽഡ് ഉണ്ട്, അവിടെ മൗസ് ഉപയോഗിച്ച് ക്ലിക്ക് ചെയ്യുക. ദെൻ നമുക്ക് ഇൻപുട്ടായിട്ട് കൊടുക്കേണ്ട വാല്യൂ അല്ലെങ്കിൽ ലിസ്റ്റായിട്ട് കാണിക്കേണ്ട വാല്യൂസ് ഏതൊക്കെയാണോ ആ സോഴ്സ് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഞാനിവിടെ ഈ നെയിമിനകത്ത് കാണുന്ന ജയൻ മുതൽ അച്ചു വരെയുള്ള പേരുകൾ ഇങ്ങനെ സെലക്ട് ചെയ്തു. അപ്പോൾ അതിൻ്റെ സെൽ അഡ്രസ്സ്, അതിൻ്റെ റേഞ്ച് ഇവിടെ കാണിക്കുന്നുണ്ട്. ദെൻ ഓക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾ നോക്കിക്കേ, എൻ്റർ ദ നെയിം എന്ന് പറയുന്ന സെല്ലിൻ്റെ വശത്തായിട്ട് ഒരു ഡൗൺ ആരോ കാണാം. ആ ഡൗൺ ആരോ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഈ ഒരു ടേബിളിനകത്തുള്ള മുഴുവൻ പേരും അവിടെ ലിസ്റ്റ് ചെയ്തിരിക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അവിടെ നിന്നും ഏത് കാൻഡിഡേറ്റിൻ്റെ റാങ്ക് ആണോ നിങ്ങൾക്ക് കാണേണ്ടത് ആ ഒരു പർട്ടിക്കുലർ നെയിമിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള റാങ്ക് നിങ്ങൾക്ക് ഇവിടെ പ്രിൻ്റ് ചെയ്ത് കാണിക്കും കേട്ടോ. അപ്പോൾ ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു മെത്തേഡാണ്. വലിയ ഒരു ഡാറ്റ ലിസ്റ്റൊക്കെ ആണ് എന്നുണ്ടെങ്കിൽ ഇതേപോലെ നിങ്ങൾക്ക് ഇൻഡിവിജ്വലി ഓരോ ഡാറ്റയുടെയും വാല്യൂ നിങ്ങൾക്ക് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. വളരെ സിമ്പിളായിട്ടുള്ളൊരു മെത്തേഡാണ്. സോ നിങ്ങളെല്ലാവരും അത് പരീക്ഷിച്ച് നോക്കുക. നിങ്ങൾക്ക് കിട്ടിയ റിസൾട്ടും നിങ്ങൾക്ക് വരുന്ന സംശയങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ MS ഓഫീസുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു ഓൺലൈൻ ക്ലാസ് സുബു എജു പ്ലസിൽ ആരംഭിച്ചിട്ടുണ്ട്. വിദേശത്തും സ്വദേശത്തും ഒക്കെയുള്ള ആൾക്കാർക്ക് ഓഫീസ് ജോലികൾക്ക് വേണ്ടിയിട്ടുള്ള ടിപ്സും ട്രിക്സും ഒക്കെ നിങ്ങൾക്ക് ട്രെയിനറിനോട് ചോദിച്ച് മനസ്സിലാക്കാവുന്നതാണ്. ക്ലാസ്സിന് വേണ്ടിയിട്ടുള്ള കോൺടാക്റ്റിനായിട്ട് ഫോൺ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ ഇൻട്രസ്റ്റ് ആയിട്ടുള്ള ആൾക്കാർ വിളിക്കുക. സോ പുതിയ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. സോ മറ്റൊരു വീഡിയോയിൽ കാണുന്നവരേക്കും താങ്ക് യു വെരി മച്ച്.